കേരളത്തിൽ ആദ്യമായി ഗസൽ ഓഡീഷൻ സംഘടിപ്പിക്കുന്നു. ഡിസംബർ 28-ന് മലപ്പുറം ഗവൺമെന്റ് കോളേജിൽ വെച്ചാണ് പരിപാടി നടക്കുക. എല്ലാ പ്രായത്തിലുള്ള ഗായകർക്കും ഓഡീഷനിൽ പങ്കെടുക്കാം. യുണൈറ്റഡ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ, ബാംഗ്ലൂർ മീഡിയ പാർട്ണർ, സാലാർ പബ്ലിക്കേഷൻസ് എന്നിവയുടെ നേതൃത്വത്തിലാണ് ഓഡീഷൻ ഒരുക്കുന്നത്. ഡിസംബർ 28-ന് മലപ്പുറം ഗവൺമെന്റ് കോളേജിലാണ് പരിപാടി നടക്കുക. 13 വയസ്സ് മുതൽ 21 വരെ, 21 മുതൽ 40 വരെ, 40-ന് മുകളിൽ എന്നീ 3 വിഭാഗങ്ങളിലായാണ് ഓഡീഷൻ. 1, 2, 3 സ്ഥാനം ലഭിക്കുന്നവർക്ക് യഥാക്രമം 1,00,000, 50,000, 25,000 എന്നിങ്ങനെ സമ്മാനങ്ങളും ലഭിക്കും. ഗായകർക്ക് ശരിയായ ഗസൽ തിരഞ്ഞെടുക്കാനും ഉച്ചാരണം, തനത് ശൈലി എന്നിവ മെച്ചപ്പെടുത്താനുമായാണ് പരിപാടി ഒരുക്കുന്നത്. യുണൈറ്റഡ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ ബാംഗ്ലൂർ ആസ്ഥാനമായ ഒരു സംഘടനയാണ്. ഉറുദുവിൻ്റെ പ്രചാരണത്തിനും വർഷങ്ങളായി ഇതുപോലെയുള്ള ഗസൽ ഓഡീഷൻ, അതുപോലെ തന്നെ വിവിധങ്ങളായ പരിപാടി നടത്തി ഓൾ ഇന്ത്യ ലെവലിൽ നടത്തിയിരിക്കുന്ന ഒരു സംഘടനയാണ്. മീഡിയ പാർട്ണറായിട്ടുള്ള സാലാർ പബ്ലിക്കേഷൻ ഇവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഗസൽ ഓഡീഷൻ, രംഗേ ഗസൽ ഓഡീഷൻ എന്ന പേരിൽ ഈ പരിപാടി നടത്തുന്നത്. കേരളത്തിൽ ആദ്യമായി ആ പരിപാടി നടത്താൻ നമുക്ക് ഭാഗ്യം കിട്ടിയത് മലപ്പുറത്ത് വെച്ച്, കേരളത്തിൽ ആദ്യമായി നടത്തുകയാണ്. ഇത് ഗവൺമെന്റ് കോളേജ് മലപ്പുറത്ത് വെച്ച് മറ്റന്നാൾ 28-ാം തീയതി നടക്കുക. ഒരു നാഷണൽ ലെവലിൽ പരിപാടിയാണ്. അതുപോലെ തന്നെ ഇതിന് പങ്കെടുക്കാൻ വേണ്ടി ബാംഗ്ലൂരിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ പ്രതിനിധികളായിട്ടുള്ള രക്ഷാധികാരികളൊക്കെ ആയിട്ടുള്ള ആൾക്കാർ, ഡോക്ടർ ഷായിസ്ത യൂസുഫ്, അതുപോലെ തന്നെ ഒരു ഓൾ ഇന്ത്യ കോർഡിനേറ്ററുള്ള മുഹമ്മദ് ഷാഹിദ് പോലെയുള്ള തുടങ്ങിയ ആളുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ എന്താണ് ഇതിന്റെ പ്രാധാന്യം എന്നുള്ളത് നേരത്തെ ഈ സംശുദ്ധീൻ തുർക്കാൻ സാർ പറഞ്ഞു. കാരണം ഇവിടെ കേരളത്തിൽ ഗസൽ ഗായകരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. പ്രത്യേകിച്ചും യൂത്ത് ഫെസ്റ്റിവലിൽ കുട്ടികൾക്ക് ഗസൽ ആലപിക്കാനുള്ള നല്ല അവസരം ലഭിക്കുന്നുണ്ട്. അങ്ങനെ സംഗീതോപകരണങ്ങളൊക്കെ വെച്ചുകൊണ്ട് യൂട്യൂബ് വഴി കുട്ടികൾക്ക് ഇത് പഠിച്ച് ചെല്ലുകയാണ്. വേണ്ടത്ര ഗൈഡൻസ് കിട്ടാത്ത കുട്ടികളും ഗസൽ ആലാപന രംഗത്ത് സജീവമായിട്ട് ഉണ്ട്. അവർക്ക് ശരിയായിട്ടുള്ള മാർഗദർശനം ലഭിച്ച് എന്താണ് ഗസൽ, അതിൽ ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഗസലിന്റെ സാഹിത്യ പ്രാധാന്യം, അതിന്റെ ഉച്ചാരണം, അതുപോലെ തന്നെ മക്ത, അതിന്റെ തനത് ശൈലി, ആശയവ്യക്തത, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് പ്രശസ്തന്മാരായ ഗസൽ ഗായകരുടേത് തിരഞ്ഞെടുക്കുമ്പോഴാണ് അതിന് ഫസ്റ്റിൽ മുൻപിലെത്താൻ പറ്റും. പല കുട്ടികൾക്കും അതിന്റെ ഉച്ചാരണ ശുദ്ധിയും തനത് ശൈലിയും നഷ്ടപ്പെടുന്നതുകൊണ്ട് ഗസലില് ഒരു പെർഫോമൻസ് ചെയ്യാൻ പറ്റാതെ, പ്രത്യേകിച്ച് ഉറുദു ഭാഷയിലുള്ള ഈ കഴിവ് കുറവുകൊണ്ട് തന്നെ യൂട്യൂബിൽ നിന്നൊക്കെ മലയാളത്തിൽ എഴുതിയെടുത്ത് പഠിക്കുന്നത് കൊണ്ട് തന്നെ ഒരുപാട് തെറ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ആ ഒരു സംഭവം മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതുപോലുള്ള യുണൈറ്റഡ് കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ മൊത്തം ഉള്ള കുട്ടികൾക്കും വിവിധങ്ങളായിട്ടുള്ള ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും വിവിധ ഏജ് ഗ്രൂപ്പിലുള്ള മത്സരമാണ്. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള ഒരു ഗ്രൂപ്പ്, 21 മുതൽ 40 വയസ്സ് വരെയുള്ള മറ്റൊരു ഗ്രൂപ്പ്, 41 വയസ്സിന് മുകളിലുള്ള എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കും ഈ ഗസൽ ഓഡീഷൻ മത്സരത്തിൽ പങ്കെടുക്കും. സംഘാടക സമിതി ഭാരവാഹികളായ ഡോക്ടർ ഷംസുദ്ദീൻ തിരൂർക്കാട്, ഹമീദ് കാരശ്ശേരി, സലാം മലയമ്മ, ഡോക്ടർ ഫൈസൽ മാവുള്ളടത്തിൽ, രക്ഷാധികാരി പി മൊയ്തീൻകുട്ടി, എൻ മൊയ്തീൻകുട്ടി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. നമ്മുടെ കുബൂസ്, അത് നമ്മുടെ ഗൾഫിൽ കിട്ടുണ്ടായിരുന്ന കുബൂസില്ലേ, നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ്. പ്രവാസികൾക്ക് മാത്രല്ല, ഇപ്പൊ നാട്ടിൽ എല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി. അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുവല്ലേ. ഷുഗർ ഉണ്ടെങ്കിൽ ഗോതമ്പിന്റെ കുബൂസ് ആവാട്ടോ. മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ്. അൽദാൻ ലെബനീസ് കുബൂസ്.